യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന യുക്തിവാദി സംഘത്തിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ ശക്തിധരൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ പ്രൊഫസർ അമിത് ചേന്നമംഗലൂർ, ഈ യോഗത്തിൽ വെച്ച് പ്രഥമ AV ജോസ് സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങുന്ന പ്രൊഫസർ ശ്രീ EA ജബ്ബാർ, അതുപോലെ തന്നെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കേരള യുക്തിവാദി സംഘത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനം, CM ലിയാഖത്ത് അലി, ED ഡേവിസ്, C ചന്ദ്രബാബു, ഈ യോഗത്തിലെ മുഖ്യാതിഥിയായ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അറാട്ട്, അഡ്വക്കേറ്റ് KD ഉഷ, ജോസേട്ടൻ്റെ മകൾ ജ്യോതി AJ, മറ്റ് കുടുംബാംഗങ്ങളെ, കേരള യുക്തിവാദി സംഘവും AV ജോസേട്ടൻ്റെ കുടുംബവും ചേർന്ന് ജോസേട്ടൻ്റെ പേരിൽ അനുസ്മരണ പരിപാടി നടത്തുവാനും ജോസേട്ടൻ്റെ പേരിൽ സാമൂഹിക സാംസ്കാരിക യുക്തിചിന്ത പ്രവർത്തന മേഖലയിൽ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് വർഷാവർഷം അവാർഡുകൾ ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചിരിക്കുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അവാർഡ് കമ്മിറ്റി രൂപീകരിച്ച് ആ അവാർഡ് കമ്മിറ്റി തിരഞ്ഞെടുത്ത യുക്തിവാദി സംഘത്തിൻ്റെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുകയും കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ മത യാഥാസ്ഥിക ശക്തികൾക്കെതിരെ തൻ്റെ വാക്കിലൂടെയും എഴുത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ശക്തമായ പ്രതിരോധങ്ങൾ തീർത്ത EA ജബ്ബാർ മാഷ്ക്ക് അവാർഡ് നൽകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ യാദൃശ്ചികമായിട്ടാണ് ജോസേട്ടനെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞത്. ജോസേട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കുടുംബത്തിലെ അടുത്ത ബന്ധുവിന് സമാനമായ ഒരു വ്യക്തിയാണ്. 1981 ഏങ്ങണ്ടിയൂരിൽ നിന്നും തൃശ്ശൂരിൽ വന്ന് അയ്യന്തോൾ ചുങ്കത്തിനടുത്ത് താമസമാക്കിയതിന് ശേഷം മാസത്തിൽ 1-2 തവണയെങ്കിലും തൻ്റെ പെട്രോൾ പമ്പിലെ ജോലി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മോപ്പഡിൽ വീട്ടിൽ വന്ന് ഒരു 1-1.5 മണിക്കൂറോളെങ്കിലും ചെലവിട്ട് സംസാരിച്ച് പോകുന്ന ഞങ്ങളുടെ ഒരു കുടുംബാംഗം പോലെയുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ജോസേട്ടൻ എന്നുള്ളത്. ആ ജോസേട്ടനെക്കുറിച്ച് ഇതുപോലൊരു അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ ഏറെ വൈകാരികമായ പല വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ജോസേട്ടൻ 1932 തൃശ്ശൂരിലെ ചേർപ്പ് എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ കൗമാര യൗവന കാലഘട്ടത്തിൽ തന്നെ പുരോഗമന ആശയങ്ങളോട് അടുപ്പം പ്രകടിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ, സിലോണിൽ നിന്നും ഹോട്ടൽ വ്യവസായവും ബേക്കറി വ്യവസായവും അവസാനിപ്പിച്ച് സിലോണിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമൊക്കെയായി നടന്ന ചേർപ്പുകാരനായ TS മാണിക്കുട്ടി ചേർപ്പിലേക്ക് തിരിച്ചു വന്ന് അവിടെ നേതാജി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ആരംഭിച്ചു. ആ ഹോട്ടലായിരുന്നു അന്ന് ചേർപ്പിലെ പുരോഗമനകാരികളായ ഉൽപ്പത്തിഷ്ണുക്കളായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടൊക്കെ പ്രതിബദ്ധതയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ആ കേന്ദ്രത്തിൽ തന്നെയായിരുന്നു ജോസേട്ടനും എത്തിച്ചേർന്നത്. TS മാണിക്കുട്ടിയെപ്പോലുള്ള പുരോഗമനകാരികളുടെ ആശയങ്ങളുമായി സഹകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായി അവിടുത്തെ കത്തോലിക്ക സഭാംഗമായ ആയിരുന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് സഭയുടെ ഭാഗത്തുനിന്നും ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ആ എതിർപ്പുകൾ ഒക്കെയാണ് അദ്ദേഹത്തെ ഇന്ന് കാണുന്ന രീതിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യുക്തിവാദ പ്രചാരകനാക്കി മാറ്റുന്നതിന് തുടക്കം കുറിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജോലി നമുക്കറിയാം. തൃശ്ശൂർ CMS ഹൈസ്കൂളിന് തൊട്ടപ്പുറത്തുള്ള പെട്രോൾ പമ്പിൽ മാനേജരായും കണക്കെഴുത്തുകാരനുമായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്.
തൃശ്ശൂരിലെ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും തൻ്റെ പ്രഖ്യാപിതമായ യുക്തിവാദ ആശയങ്ങളോട് യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വാമി അദ്ദേഹത്തിന് അവിടെ ജോലി കൊടുത്തത്. അങ്ങനെ 1954 ശേഷം അദ്ദേഹം ഇവിടെ തൃശ്ശൂരിൽ താമസം ആരംഭിക്കുകയും ഈ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തപ്പോഴും ഇദ്ദേഹത്തിൻ്റെ യുക്തിവാദ പ്രവർത്തനത്തെ അദ്ദേഹം നിർത്താനായിട്ട് ശ്രമിച്ചില്ല. മാത്രമല്ല, അദ്ദേഹം തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തത് ഒരു മിശ്രവിവാഹത്തിലൂടെയാണ്. അങ്ങനെ അദ്ദേഹം മിശ്രവിവാഹ പ്രസ്ഥാനത്തിലേക്കും അദ്ദേഹം ആകർഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായി കേരളത്തിലെ യുക്തിവാദികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾക്ക് ജോസേട്ടൻ നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഇന്ന് ഈ വേദിയൊരുക്കിയ കേരള യുക്തിവാദി സംഘം എന്ന് പറയുന്ന ഈ സംഘടന തന്നെ രൂപവൽക്കരിക്കുന്നതിന് കാരണമായത് AV ജോസേട്ടൻ്റെ പ്രവർത്തനങ്ങളാണ്. 1917 സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനത്തിലൂടെ ആരംഭിച്ച കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രയാണം കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ വിചാരവിപ്ലവത്തിലൂടെ മുന്നോട്ട് പോയെങ്കിലും കേരളത്തിൽ ഒരു സംഘടിതമായ ഒരു യുക്തിവാദി പ്രസ്ഥാനമുണ്ടായിരുന്നില്ല. 40കളിലുമൊക്കെ കൊച്ചിൻ സ്റ്റേറ്റ് യുക്തിവാദി സംഘം എന്നൊക്കെ പറഞ്ഞ് പ്രാദേശിക തലത്തിൽ ഹ്രസ്വകാലഘട്ടങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന യുക്തിവാദി പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. മലബാറിൽ കോഴിക്കോട്, തൃശ്ശൂരിൽ നിന്നും പോയി അവിടെ അഭിഭാഷകനായി പ്രവർത്തിച്ച മിതവാദി കൃഷ്ണൻ വക്കീലിൻ്റെ നേതൃത്വത്തിൽ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ MC ജോസഫിൻ്റെ നേതൃത്വത്തിൽ CR കേശവൻ വൈദ്യരുടെ ഒക്കെ സഹായത്തോടെയും ഒക്കെ യുക്തിവാദി പ്രവർത്തനമുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുക്തിവാദികളായ ആളുകൾ സ്വന്തം നിലയിൽ പ്രചരണവും അല്ലെങ്കിൽ സ്വയം യുക്തിവാദികളായി പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് നടന്നിരുന്നൊരു കാലഘട്ടമാണ്. കേരള രൂപീകരണത്തിന് ശേഷം സംഘടിതമായ ഒരു യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ അഭാവത്തിലാണ് 1962 മുതൽ തൃശ്ശൂരിലെ സ്റ്റേറ്റ് ഹോട്ടലിൽ 1967 വരെ എല്ലാ വർഷവും അഖില കേരള യുക്തിവാദി സുഹൃത്ത് സമ്മേളനം AV ജോസേട്ടൻ വിളിച്ചു ചേർത്തത്. ആ സുഹൃത്ത് സമ്മേളനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ആശയങ്ങൾ, ആ സുഹൃത്ത് സമ്മേളനം വിളിച്ചുകൂട്ടിയതിൻ്റെ ഉദ്ദേശം കേരളത്തിലെമ്പാടും ചിതറിക്കിടക്കുന്ന യുക്തിവാദികളെ എല്ലാവരെയും ഒന്നിപ്പിക്കുവാനും അവർ തമ്മിൽ പരസ്പരം സൗഹാർദ്ദവും സ്നേഹവും പങ്കുവയ്ക്കുവാനും അവരുടെ ഇടയിലുള്ള യുക്തിവാദപരമായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ യുക്തിചിന്തയുടെ അറിവുകൾ പങ്കുവയ്ക്കുവാനും ആണ് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ അന്ന് സംഘടിപ്പിച്ചത്. ആ കൂട്ടായ്മയാണ് 1967 ഇന്ന് കാണുന്ന കേരള യുക്തിവാദി സംഘമെന്ന കേരളത്തിലെ ഏറ്റവും പ്രഥമമായ യുക്തിവാദി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് കാരണമായത്. അതാണ് 1979 കോഴിക്കോട് MP റോഡ് ആസ്ഥാനമാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന, ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും യൂണിറ്റുകളുള്ള, മിക്കവാറും താലൂക്കുകളിൽ കമ്മിറ്റികളുള്ള, എല്ലാ യൂണിറ്റ് കമ്മിറ്റികളടക്കം പ്രവർത്തിക്കുന്ന, ചിലയിടങ്ങളിൽ സാധ്യമായ ഇടങ്ങളിൽ യൂണിറ്റ് കമ്മിറ്റികളടക്കം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും സുസംഘടിതവും ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളതും കേരളത്തിൻ്റെ വർത്തമാനകാല സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക യാഥാർത്ഥ്യങ്ങളോട് വസ്തുതാപരമായി പ്രതിരോധിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന ഒരു യുക്തിവാദികളുടെ കൂട്ടായ്മയായി ഇന്ന് ഈ യുക്തിവാദി പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ അതിന് കേരളത്തിലെ എല്ലാ യുക്തിവാദികളും കടപ്പെട്ടിരിക്കുന്നത് AV ജോസ് എന്ന് പറയുന്ന ഈ മനുഷ്യനോടാണ്. അദ്ദേഹമാണ് കേരള യുക്തിവാദി സംഘം എന്ന് പറഞ്ഞ പ്രസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് അടിസ്ഥാന ശിലയിട്ടത്. VT ഭട്ടതിരിപ്പാടിനെ പോലെയും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പോലെയും MC ജോസഫിനെ പോലെയുമുള്ള മഹാരഥന്മാരെ കൂട്ടിയിണക്കിക്കൊണ്ട് സാംസ്കാരിക കേരളവും സാമൂഹിക നവോത്ഥാന കേരളവും അന്ന് ആദരിച്ചിരുന്ന ആ മഹാവ്യക്തിത്വങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്ന് കേരള യുക്തിവാദി സംഘം എന്ന് പറയുന്ന ഈ സാംസ്കാരിക സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഈ പ്രസ്ഥാനത്തെ ഈ രൂപത്തിലേക്ക് എത്തിക്കുവാൻ, ഈ രീതിയിലേക്ക് എത്തിക്കുവാൻ അടിസ്ഥാനത്തെ ശിലയിട്ട AV ജോസേട്ടൻ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട വ്യക്തിയാണ്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപകൻ എന്ന് വേണമെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്ന വ്യക്തി AV ജോസേട്ടനാണ്. അത് അതിശയോക്തിയല്ല, ജോസേട്ടൻ്റെ ആ പ്രയത്നമാണ്. സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്തുകൊണ്ടാണ് അദ്ദേഹം യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യകാലങ്ങളിൽ നടത്തിയത്. അതുപോലെ തന്നെ
പലപ്പോഴും അദ്ദേഹം സംഘടനയുടെ ഔദ്യോഗികമായ ചട്ടക്കൂടുകളിൽ അംഗമായിരുന്നിട്ടില്ല. സംഘടനയോട് ക്രിയാത്മകമായ വിമർശനം പലപ്പോഴും പല വിമർശനങ്ങളും ഉന്നയിക്കും, നിശിതമായി വിമർശിക്കാറുണ്ട്. എന്നാൽ താൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം രൂപവൽക്കരിക്കപ്പെടുമ്പോൾ ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ, അതിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവർ ഏതെല്ലാം പ്രതീക്ഷകളാണോ വെച്ച് പുലർത്തുന്നത്, ഏതെല്ലാം രീതിയിലേക്കാണോ ഈ പ്രസ്ഥാനം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കേണ്ടത്, അതിൻ്റെ വിപരീതമായ ദിശയിലേക്ക് ഈ പ്രസ്ഥാനം എപ്പോഴെങ്കിലും ചലിക്കുന്നുവെന്ന് തോന്നുമ്പോൾ തൻ്റെ നിശിതമായ വിമർശനം, ക്രിയാത്മകമായ വിമർശനം ഈ പ്രസ്ഥാനത്തിനോട് പുലർത്തുമ്പോൾ തന്നെ ഈ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന എല്ലാ ക്യാമ്പയിനുകളിലും സമ്മേളനങ്ങളിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാരവാഹിയോ കമ്മിറ്റി അംഗമോ അല്ലാതിരുന്നിട്ട് പോലും അതിൽ ആ തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുക്കുവാൻ കാണിക്കുന്ന ആ ജോസേട്ടൻ്റെ ആത്മാർത്ഥതയെ ഞാൻ പലപ്പോഴും അതിശയിച്ചു പോകാറുണ്ട്. പലപ്പോഴും ക്യാമ്പയിനുകളിൽ അദ്ദേഹത്തിന് സ്വല്പം പ്രായമുള്ള സമയത്താണ്, എനിക്ക് ഓർമ്മയുണ്ട്, 1986 ഞാനൊന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാനും അതിൽ പങ്കെടുത്തുള്ള വ്യക്തിയാണ്. 1986 അന്ന് പൊതുമരാമത്ത് വകുപ്പ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ചേറ്റുവ പാലത്തിനോട് ചേർന്നുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥലം മുസ്ലിം പള്ളി പണിയുന്നതിന് വേണ്ടി പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കേരള യുക്തിവാദി സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അതിനെതിരായി പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. വാടാനപ്പള്ളിയിൽ നിന്നും ചേറ്റുവ വരെ ഏകദേശം 6 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ 6 കിലോമീറ്ററോളം ദൂരം വാടാനപ്പള്ളിയിൽ നിന്നും മാർച്ച് ആരംഭിച്ചുകൊണ്ട് ചേറ്റുവ വരെയായിരുന്നു. ഏകദേശം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു. പോലീസ് ബന്ദോബസ്തോടുകൂടി അവിടെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ, കാരണം ചേറ്റുവയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കടപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായൊരു സ്ഥലമായിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളുള്ള ഒരു പ്രദേശം. അവിടേക്കാണ് നമ്മൾ മാർച്ച് നടത്തിയത്. ജോസേട്ടൻ ആ മാർച്ചിൻ്റെ മുമ്പിൽ ആദ്യാവസാനം വരെ ഉണ്ടായിരുന്നു. 7 കിലോമീറ്റർ വാടാനപ്പള്ളിയിൽ നിന്നും ചേറ്റുവ വരെ നടന്നുകൊണ്ടാണ് അദ്ദേഹം, അന്ന് സംഘടനയുടെ ഒരു ഭാരവാഹി പോലും അല്ലാതിരുന്ന ജോസേട്ടൻ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്, അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അങ്ങനെ പലപ്പോഴും എന്തെല്ലാം കാര്യങ്ങളിൽ, എന്തെല്ലാം പ്രക്ഷോഭങ്ങളിൽ യുക്തിവാദി സംഘം പ്രവർത്തനം നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ, പരിപാടികളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിറസാന്നിധ്യമായിരുന്നു. കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ യുക്തിവാദ പ്രചരണമായിരുന്നു. യുക്തിവാദ പ്രചരണത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും വരുമാനവും എല്ലാം ഒഴിഞ്ഞു വച്ചിരുന്നത്. അദ്ദേഹം 1960കളുടെ അവസാനത്തിൽ അന്ന് തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന, തൃശ്ശൂർ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, പിന്നീട് കൊടുങ്ങല്ലൂരിലേക്ക് താമസം മാറ്റിയ സണ്ണി എന്ന് പറയുന്ന നാസ്തികൻ സണ്ണിയോടൊപ്പം നാസ്തികൻ എന്ന് പറയുന്ന ഒരു മാസിക ആരംഭിച്ചുകൊണ്ടാണ് യുക്തിവാദി പ്രചാരണത്തിൻ്റെ തുടക്കം അദ്ദേഹം ആയത്. ആ മാസികയുടെ അസോസിയേറ്റഡ് എഡിറ്ററായി നിന്നുകൊണ്ട് ജോസേട്ടൻ പ്രവർത്തിച്ചു. മാത്രമല്ല അന്ന് 20 പൈസയും പിന്നീട് വീണ്ടും ആരംഭിച്ചപ്പോൾ 50 പൈസയുമായിരുന്നു ആ മാസികയുടെ വില. ആ മാസികയ്ക്ക് ആവശ്യമായ പരസ്യങ്ങളും മറ്റും സംഭരിക്കുന്നതിൽ ജോസേട്ടൻ്റെ ഒരു മികവ്, തൃശ്ശൂർ നഗരത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആ മാസിക പരമാവധി അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം സെൻസർഷിപ്പ് വരേക്കും ആ നാസ്തികൻ മാസിക തൃശ്ശൂരിലെ വാഞ്ചി ലോഡ്ജ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷമാണ് 1979 യുക്തിവിചാരം മാസിക അദ്ദേഹം ആരംഭിച്ചത്. യുക്തിവാദ പ്രചാരണ വേദിയുടെ പേരിൽ ആ യുക്തിവിചാര മാസിക, നമുക്കറിയാം, അതിനകത്ത് വരുന്ന പരസ്യങ്ങൾ നമ്മൾ നോക്കിയാൽ അറിയാം. തൃശ്ശൂരിലെ എലൈറ്റ് ഫാബ്രിക്സിൻ്റെയും എലൈറ്റ് സാരി ഹൗസിൻ്റെയും ഒരു പരസ്യമുണ്ടാകും, ചന്ദ്രിക സോപ്പിൻ്റെ ഒരു പരസ്യമുണ്ടാകും, കോട്ടയ്ക്കൽ അരിവൈദ്യശാലയുടെ ഒരു പരസ്യമുണ്ടാകും. ആ പരസ്യം കൊണ്ട് മാത്രം അതിൻ്റെ അച്ചടി നടക്കില്ല. ജോസേട്ടൻ്റെ പെട്രോൾ പമ്പിൽ നിന്നുള്ള വരുമാനവും വീടിനോട് ചേർന്നുള്ള ഫ്ലോർ മില്ലിൽ നിന്നുള്ള വരുമാനവും, 1-2 വണ്ടികൾ അദ്ദേഹത്തിന് വാടകയ്ക്ക് കൂടിയിരുന്നു. ഒരു ടെമ്പോ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കാർ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനങ്ങളാണ് അദ്ദേഹം ഇത്തരത്തിൽ യുക്തിവിചാരം മാസിക ഇറക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിരുന്നത്. മാത്രമല്ല ഏകദേശം 30ഓളം വരുന്ന ചെറു പുസ്തകങ്ങൾ അദ്ദേഹം വളരെ ചുരുങ്ങിയ വിലയ്ക്ക്, കൂടുതൽ പേജുകളില്ലാതെ, ലളിതമായ ഭാഷയിൽ ഏതൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ യുക്തിവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തുടങ്ങി വെച്ച ചെറു പ്രസിദ്ധീകരണങ്ങൾ, നിരവധി ചെറുകിട ലഘുലേഖകൾ പോലെയുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച് യുക്തിവാദ പ്രചാരണ വേദിയുടെ പേരിൽ യുക്തിവാദി സംഘത്തിൻ്റെ സമ്മേളനങ്ങളിലും അല്ലാതെയും ഒക്കെ, മാത്രമല്ല യുക്തിവാദ പ്രചാരണ വേദിയുടെ പേരിൽ അദ്ദേഹം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കാറുള്ള പൂരം എക്സിബിഷനിൽ സ്റ്റാൾ ഇടാറുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചാൽ മതി, ഒരു പൂരം എക്സിബിഷനിൽ ദേവസ്വം ബോർഡുകൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് ഒരു സ്റ്റാൾ അവർ അനുവദിച്ച് നൽകാറുണ്ട്. സാധാരണ ആളുകൾ കടക്കാരിൽ നിന്നും വാങ്ങിക്കുന്നതിൽ കുറവ് തുകയെ ജോസേട്ടൻ്റെ കയ്യിൽ നിന്നും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വംകാർ വാങ്ങാറുള്ളൂ. യുക്തിവാദ ആശയത്തിൻ്റെ പ്രചരണത്തിന് പോലും ഒരു ദേവസ്വത്തിൻ്റെ ഒരു വേദി, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പൂരത്തിൻ്റെ ഉത്സവത്തിൻ്റെ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു.
80കളുടെ തുടക്കത്തിലൊക്കെ യുക്തിവാദ പ്രചാരണ വേദിയുടെ പേരിലുള്ള സ്റ്റാൾ തൃശ്ശൂർ പൂരം എക്സിബിഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാൽവെപ്പുകളും യുക്തിവാദ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, യുക്തിവാദികളായ ആളുകളെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് പരിചരിച്ചതിൽ, അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ അവിവാഹിതനായ മകൻ, അവിവാഹിതനായ സഹോദരൻ കുറ്റിപ്പുഴ ചന്ദ്രൻ സാറിനെ അദ്ദേഹം പരിചരിച്ചതിൽ, പലപ്പോഴും ആശുപത്രിയിൽ കുറ്റിപ്പുഴ ചന്ദ്രൻ സാറിനെ കാണാൻ പോകുമ്പോൾ, അച്ഛനോടൊപ്പം കാണാൻ പോകുമ്പോൾ അവിടെ രാത്രി പരിചരിക്കാൻ നിൽക്കാറ് ജോസേട്ടനാണ്. പകൽ അദ്ദേഹത്തിൻ്റെ ജോസേട്ടൻ്റെ തന്നെ ഒരു സഹായിയായ ബേബിയേട്ടനായിരുന്നു ചന്ദ്രേട്ടനെ പരിചരിക്കാൻ നിരുന്നത്. അങ്ങനെ യുക്തിവാദികളായ ആളുകളുടെ അവരോടുള്ള വാത്സല്യവും സ്നേഹവും ബഹുമാനവും അവരുടെ വാർദ്ധക്യകാലത്ത് പോലും അവരെ അനാഥരാക്കാതെ കുറ്റിപ്പുഴ സഹോദരങ്ങളെ പരിചരിച്ചത് ജോസേട്ടനാണ്. നമുക്കറിയാം അത്രത്തോളം. അതുപോലെ തന്നെയാണ് വി ടി ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ അന്ത്യ കാലഘട്ടങ്ങൾ തൃശ്ശൂരിലായിരുന്നു. തൃശ്ശൂരിലെ കോപ്പറേറ്റീവ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം 1982 അദ്ദേഹം ദീർഘകാലം കിടന്നത്. അപ്പോഴെല്ലാം ജോസേട്ടൻ അവിടെ സ്ഥിരം അദ്ദേഹത്തെ പരിചരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട്. ഇത്രയും കാലം ഒരു ജോലിയിൽ നിന്നും കാലത്ത് 9 മണിക്ക് ജോലിക്ക് കയറിയാൽ 8 മണിയോടുകൂടിയിട്ടാണ് ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങാറ്. ആ സമയത്തിന് ശേഷം പോലും ഇദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. അപ്പോൾ യുക്തിവാദി പ്രസ്ഥാനത്തോട്, യുക്തിവാദ പ്രചാരണത്തോട് ഇത്രയും ആത്മാർത്ഥത കാണിച്ച, ജീവിതത്തിൻ്റെ യുക്തിവാദാശയങ്ങൾ ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കിയ, സ്വന്തം മാതാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോയി മതപരമായ ചടങ്ങുകളോടുകൂടി നടത്താൻ സാധിക്കുമെന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് സ്വന്തം മാതാവിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനാണ് ജോസേട്ടൻ തയ്യാറായത്. അപ്പോൾ അത്രയധികം താൻ വിശ്വസിക്കുന്ന ആശയഗതിയോട് അത്രയധികം ആത്മാർത്ഥത പുലർത്തുകയും എന്നാൽ സംഘടനയുടെ ചില നിലപാടുകളെ കർശനമായി വിമർശിച്ചുകൊണ്ട് സംഘടനയെ തിരുത്താൻ ഒരു ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകി കേരള യുക്തിവാദി സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹം പ്രയത്നിച്ചിരുന്നു. അങ്ങനെയുള്ള മഹാനുഭാവനായ ജോസേട്ടൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ഏർപ്പെടുത്തുന്നതിൽ വൈകിപ്പോയി എന്നാണ് പറയാനുള്ളത്. ഈ വൈകിയ വേളയിൽ ഏറെ സംസാരിക്കുന്നില്ല. ജോസേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ പറയാറുണ്ട്. ജോസേട്ടൻ്റെ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ വീടും അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലവും യുക്തിവാദികളുടെ ഒരു സംഗമ കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ്. കലാനാഥൻ മാഷ്, ഞാൻ CMS ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു 82 മുതൽ 87 വരെ. അപ്പോൾ പലപ്പോഴും ഇൻ്റർവെൽ സമയത്ത് ആ പെട്രോൾ പമ്പ് ഞാൻ അന്ന് മിക്കവാറും ദിവസം ജോസേട്ടനെ നേരിൽ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒപ്പം അമ്പാടി ഹോട്ടലിൽ നിന്നോ വിനായകി ഹോട്ടലിൽ നിന്നൊക്കെ ചായ കുടിച്ചു വരുന്ന പ്രേമാനന്ദ് സാറിനെയും കലാനാഥൻ മാഷിനെയും MBKയും ഒക്കെ അന്ന് കാണാറുണ്ട്. കാരണം തൃശ്ശൂരിലെ ആരെങ്കിലും യുക്തിവാദികൾ തൃശ്ശൂരിലേക്ക് എത്തിയാൽ ആദ്യം എത്തപ്പെടുന്ന സ്ഥലം ജോസേട്ടൻ്റെ പെട്രോൾ പമ്പാണ്. ആ പെട്രോൾ പമ്പ് പോലും അദ്ദേഹത്തിൻ്റെ ആ തൊഴിൽ സ്ഥലം പോലും യുക്തിവാദികളുടെ ഒരു സംഗമ കേന്ദ്രമായി മാറിയിരുന്നു എന്നതാണ്. അത്രയും മഹാനുഭാവനായ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് എന്നും മറക്കാനാവാത്ത AV ജോസേട്ടൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഈ അനുസ്മരണ പ്രസംഗത്തിന് വിളിച്ച കേരള യുക്തിവാദി സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്കും ഈ അവാർഡ് നിർണയ കമ്മിറ്റിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോസേട്ടൻ്റെ നൽകിയ സ്നേഹത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.